ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ, ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ, ആരാധകരിവർ കാത്തിരിപ്പൂ ആത്മനാഥനേശുവേ. ആരാധന ആരാധന ആയിരം ആരാധന, ആരാധന ആരാധന ആത്മാവിലാരാധന. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അങ്ങേ സന്നിധി അല്പനേരം ജീവിപ്പതോ മഹാഭാഗ്യമേ. അന്യഗൃഹത്തിൽ 1000 നാൾ വാഴ്വതേക്കാൾ എത്ര മോഹനം. അന്യഗൃഹത്തിൽ 1000 നാൾ വാഴ്വതേക്കാൾ എത്ര മോഹനം. ആരാധന ആരാധന ആയിരം ആരാധന, ആരാധന ആരാധന ആത്മാവിലാരാധന. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. റോസറി വാറിൻ്റെ ശുശ്രൂഷകളിലൂടെ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിരന്തരം എന്നവണ്ണം പ്രാർത്ഥിച്ച് നമ്മൾ പ്രത്യേകമായി തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന നിയോഗങ്ങളെ വീണ്ടും വീണ്ടും പുനർസമർപ്പണം നടത്തി കർത്താവിൻ്റെ വലിയ അഭിഷേകം ആ നിയോഗങ്ങളുടെ മേൽ ചൊരിയപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് കുടുംബ വിശുദ്ധീകരണവും തിരുസഭയുടെ വിശുദ്ധീകരണവുമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പൊ ലോക സമാധാനം എന്ന വിഷയത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക കൂടിയാണ്. അതിനോട് ചേർന്നാണ് ഇതിനെ പ്രാർത്ഥനയാക്കുന്നത്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നിങ്ങൾ എന്നെ കേൾക്കുകയാണ്. ഇനി 3-ാം പക്കം എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും തരണേ എന്ന അപേക്ഷയാണ്. തന്നില്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പാടായിരിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ ഒരു വെട്ടം കിട്ടും. ഇത് ഞാൻ തരുന്ന ഉറപ്പാണെന്ന് വിചാരിക്കുക. കാരണം സമാധാനം എന്ന വിഷയത്തെക്കുറിച്ച്, ലോകം തരുന്ന സമാധാനവും ദൈവം തരുന്ന സമാധാനവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പോവുകയാണ്. ഈ കാലഘട്ടത്തിൽ ഇത് അടിയന്തരമായിട്ട് മനസ്സിലാക്കേണ്ട വിഷയമാണിത്. എല്ലായിടത്തും സമാധാന ചർച്ചകൾ നടക്കുകയാണ്. എന്താ കാര്യം? അത്രമേൽ ലോക സമാധാനത്തിന് മുറിവേറ്റിട്ടുണ്ട്. കാടിന് തീ പിടിക്കുന്നത് പോലെ എവിടൊക്കെയോ
തീ വന്ന് പതിച്ചിട്ടുണ്ട്. ആശങ്കകളുടെ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ വിഷയം ഇത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കിയില്ലെങ്കിലുണ്ടല്ലോ, വിശുദ്ധ ഗ്രന്ഥ വിരുദ്ധമായ ഒരു സമാധാനത്തിലേക്ക് നമ്മൾ എത്തും. ആ സമാധാനമാണ് കർത്താവ് തമ്പുരാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ള ലോകത്തിന്റെ സമാധാനം. ഇത് രണ്ടാണ്, അത് പ്രത്യേകം മനസ്സിലാക്കണം. പീസ്, സമാധാനം എന്ന ഒറ്റ വാക്കേ ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ ലോകത്തിന്റെ സമാധാനവും കർത്താവ് തമ്പുരാന്റെ സമാധാനവും രണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു കോംപ്ലിക്കേറ്റഡ് വിഷയമാണ്. ഇതൊരു കോംപ്ലിക്കേറ്റഡ് ടോക്കായിട്ട് മാറും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ബൈബിള് മസ്റ്റാണ്. ഇതിനകത്ത് ഞാൻ പറയാൻ പോകുന്ന ഒരു 5 കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ലോകത്തിന്റെ സമാധാനത്തിന്റെ 3 പ്രത്യേകതകളും കർത്താവ് തമ്പുരാൻ തരുന്ന സമാധാനത്തിന് 2 പ്രത്യേകതകളും. അത് 1 2 3 4 എന്നുള്ള രീതിയിലല്ല, മറിച്ച് ഒന്നിലേക്ക് നയിക്കുന്നതാണ്. ആ രീതിയിലാണ് അത് പറഞ്ഞു പോകുന്നത്. ഇത് മനസ്സിൽ പതിച്ചേ പറ്റൂ, പ്രത്യേകിച്ച് ഈ കാലത്തുണ്ടല്ലോ. അല്ലെങ്കിൽ ചെറിയ അറിവ് കേടുകൾ എന്ന് വെച്ചാൽ നേരിയ അജ്ഞത പോലും നമ്മളെ ബൈബിളിൽ നിന്ന്, കർത്താവിൽ നിന്ന് മാറ്റിക്കളയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കണം. ബൈബിൾ മസ്റ്റാണ്. ബൈബിൾ എടുത്ത് അടുത്ത് വെക്കണം. ഒരു പേനയും പേപ്പറും മസ്റ്റാണ്. കാരണം നമ്മൾ കുറച്ചധികം ബൈബിൾ വാക്യങ്ങൾ എന്ന് പറയും. ലോകത്തിന്റെ സമാധാനം എന്താണ് നമ്മൾ മനസ്സിലാക്കുന്ന ഈ ലോകത്തിന്റെ സമാധാനം എന്ന് വെച്ചാൽ എന്താണ്? എന്താ സമാധാനം? എല്ലാം ഓക്കെ ആണെങ്കിൽ സമാധാനം, കഴിക്കാൻ കിട്ടിയാൽ സമാധാനം, ജോലി ഉണ്ടെങ്കിൽ സമാധാനം, എല്ലാം ഓക്കെ, എല്ലാം പ്രോപ്പർ ആയിട്ട് നമുക്ക് തോന്നിയാൽ ഇവിടെ സമാധാനം. ഇതാണ് ലോകത്തിന്റെ സമാധാനം. ഇത് കൃത്യമായിട്ട് മിക്ക പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം എടുക്കണം, വായിക്കണം, അടയാളപ്പെടുത്തണം. മിക്ക 3:5 ഇങ്ങനെയാണത്. ശരിക്കും അത് പ്രവാചകന്മാരോടുള്ള കർത്താവിൻ്റെ ദേഷ്യമാണ്. തൻ്റെ സമൂഹത്തെ നയിച്ചവരോടുള്ള കർത്താവിൻ്റെ ദേഷ്യമാണ്. ഇത് നമ്മൾ പലയിടങ്ങളിലായിട്ട് വായിക്കാൻ പോകുന്നത്. അവിടെ ഇങ്ങനെയാണ് മിക്ക 3:5 പറയുന്നത്: എൻ്റെ ജനത്തെ വഴിതെറ്റിക്കുകയും ഭക്ഷിക്കാൻ എന്തെങ്കിലും കിട്ടിയാൽ സമാധാനം എന്ന് പ്രഘോഷിക്കുകയും ഭക്ഷണം കൊടുക്കാത്തതിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരെ കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു. എന്ന് വെച്ചാൽ എന്താ ലോകത്തിന്റെ സമാധാനം? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഭക്ഷിക്കാൻ വല്ലതും കിട്ടിയാൽ സമാധാനം, പീസ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ കൂട്ടയടി. എല്ലാം ഓക്കെ ആണെങ്കിൽ സമാധാനം. എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ അപാകതകൾ വന്നാൽ ലഹള, വിപ്ലവം. ഇതാണ് ലോകത്തിന്റെ സമാധാനത്തിന്റെ ക്രമം. ഇത് അപകടം പിടിച്ച സമാധാനമാണ്. എന്താ ഈ ലോകത്തിന്റെ സമാധാനത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? രണ്ടാമത് പറയാം. ഒന്നാമത്താണ് ഇപ്പൊ പറഞ്ഞത്. നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞു, ഒന്നിന് മേൽ ഒന്ന് പറഞ്ഞ് 3 കാര്യങ്ങളെ ലോക സമാധാനത്തെക്കുറിച്ച് പറയത്തുള്ളൂ. പിന്നെ ഈശോ മിശിഹായുടെ സമാധാനത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ പറയും. ഇപ്പൊ ലോക സമാധാനത്തിന് ഒന്നാമത്തെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എന്താണത്? എല്ലാം ഓക്കെ ആണെങ്കിൽ സമാധാനം, ഇല്ലെങ്കിൽ അടി, ഇല്ലെങ്കിൽ യുദ്ധം. രണ്ടാമത്തെ പ്രത്യേകത, ഈ ലോക സമാധാനം എന്ന് പറയുന്ന വിഷയമുണ്ടല്ലോ, ഇതൊരു ഫ്ലൂക്കാണ്, ഇതൊരു തട്ടിപ്പാണ്. ലോക സമാധാനം എന്ന വിഷയം അതിനെ അതായത് ബൈബിൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ലോക സമാധാനത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പോയാൽ ഇതൊരു തട്ടിപ്പാണ്. എങ്ങനെ തട്ടിപ്പാന്നറിയാമോ? ഇത് കോംപ്രമൈസിന്റെ മേളിൽ പണിത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നയതന്ത്രജ്ഞതയോടെയുള്ള വിട്ടുവീഴ്ചകളുടെ മുകളിൽ പണിത് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിന്റെ പേരാണ് സമാധാനം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത് ബൈബിളിൽ പറയുന്നുണ്ട് കൃത്യമായിട്ട്. പുറപ്പാട് പുസ്തകം 34:12. പുറപ്പാട് പുസ്തകം 34:12. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ കർത്താവ് വളരെ ശാഠ്യത്തോടെ പറയുകയാണ് ജനത്തോട്: നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഒരു ഉടമ്പടിയിലും ഏർപ്പെടരുത്. ഏർപ്പെട്ടാൽ നിങ്ങൾക്ക് അതൊരു കെണിയായി തീരും. നമ്മൾ എങ്ങനെയാ ഇപ്പൊ സമാധാനം സ്ഥാപിക്കാൻ നോക്കുന്നത്? ഭൂമിയിലെ സമാധാന സ്ഥാപകർ എന്ന് ചമയുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമാധാനം എങ്ങനത്തതാണ്? ചില സത്യങ്ങളെ
ചില മൂല്യങ്ങളെ കോംപ്രമൈസ് ചെയ്തിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു കോംപ്രമൈസ് നടത്തിയിട്ട് എല്ലാം ഓക്കെ ആയി കേട്ടോ, സമാധാനമാണ് കേട്ടോ എന്ന് പറയുകയല്ലേ. നയതന്ത്രപരമായ വിട്ടുവീഴ്ചയ്ക്ക് മുകളിൽ പണിതു വെച്ചിരിക്കുന്ന ചീട്ടുകൊട്ടാരമാണ് അത്തരം സമാധാനങ്ങൾ. നേരിനെ പണയം വെച്ചിട്ട് സമാധാനം സ്ഥാപിച്ചു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇതാണ് ഞാൻ പറഞ്ഞത്, ലോക സമാധാനം നമ്മൾ ആ രീതിയിൽ പോകുമ്പോൾ ഒരു കെണിയാണ്. എങ്ങനെയാണിത് കെണിയായിട്ട് മാറുന്നത്? മൂന്നാമത്തെ ഭാഗത്തിലേക്ക്. ഒന്നാമത് നമ്മൾ പറഞ്ഞത് ലോക സമാധാനം എന്താണത് പറഞ്ഞു വരുമ്പോൾ സുവിശേഷം മാറ്റിവെച്ചിട്ട് പോയാലുള്ള അപകടം ഒന്നാമത്തത്, എല്ലാം ഓക്കെ ആണെങ്കിൽ സമാധാനം, ഇല്ലെങ്കിൽ സമാധാനം ഇല്ല. രണ്ടാമത്തത് വിട്ടുവീഴ്ച എന്ന് വെച്ചാൽ നേരിനെ പോലും പണയം വെച്ചിട്ട് സ്ഥാപിച്ചെടുക്കുന്ന സമാധാനം, സത്യത്തെ കോംപ്രമൈസ് ചെയ്തിട്ട് സ്ഥാപിച്ചെടുക്കുന്ന. കർത്താവ് അതിന് ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ പോയി സമാധാനം ഉണ്ടാക്കരുത്, അങ്ങനെ വെച്ചാൽ നിങ്ങൾക്കത് കെണിയായിട്ട് മാറുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത് എന്താ അപകടം എന്നറിയാവോ? ശരിക്കും ഒരു ഡോക്ടറിൻ്റെ അടുക്കൽ ഒരു രോഗി കുറച്ച് രോഗലക്ഷണങ്ങളുമായിട്ട് വരുമ്പോൾ ശരിയായ ഡോക്ടർ ചികിത്സ കൊടുക്കുന്നത് രോഗലക്ഷണത്തിനാണോ രോഗത്തിനാണോ? രോഗലക്ഷണത്തെ ചികിത്സിച്ചാലും ചികിത്സ ഇഫക്റ്റീവായിട്ട് തോന്നും കേട്ടോ. വ്യത്യാസം ഭയങ്കരമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ വ്യത്യാസം കിട്ടത്തില്ല. ഒരു രോഗി ഡോക്ടറിനടുക്ക വന്നിട്ട് എൻ്റെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് പറയുന്നു. ഈ ഡോക്ടറിന് രണ്ട് രീതിയിൽ ചികിത്സിക്കാം. ഒന്ന്, രോഗലക്ഷണങ്ങളെ ചികിത്സിക്കാം, സിംറ്റംസിനെ ചികിത്സിക്കാം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? സിംറ്റംസ് ഇല്ലാണ്ടാകും. അപ്പൊ രോഗിക്ക് തോന്നും എന്ത്? രോഗം മാറി എന്ന്. രോഗത്തെ ചികിത്സിച്ചോ? ലോക സമാധാനം സ്ഥാപിക്കാൻ പലരും ശ്രമിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? ഈ സിംറ്റംസിനെ ചികിത്സിക്കുന്നുള്ളൂ. രോഗലക്ഷണങ്ങളെ ചികിത്സിച്ച് രോഗത്തെ സൗകര്യപൂർവ്വം മറന്ന് ലോക സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് പണ്ടുകൊണ്ട് ഈ അപകടം. അതാണ് ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 6-ാം അധ്യായം 14-ാം വാക്യം. ജെറമ്യ 6:14. അവിടെ ദൈവം തമ്പുരാൻ പറയുന്നത് ഇങ്ങനെയാണ്. 6:14, അവർ അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിന്റെ മുറിവുകൾ വെച്ചു കെട്ടുന്നത്. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്നവർ പറയുന്നു. കറക്റ്റ് അല്ലേ? അവർ അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിന്റെ മുറിവുകൾ വെച്ച് കെട്ടുന്നത്. അശ്രദ്ധമായിട്ട്, കെയർലെസ് ആയിട്ട്. എന്താ കാര്യം? ശരിക്കുമുള്ള രോഗത്തെ ചികിത്സിക്കുന്നില്ല. ഇവിടെ രോഗം പാപമാണ്, സിന്നാണ് രോഗം, പാപമാണ് ഇവിടുത്തെ രോഗം. അതിനെ ചികിത്സിക്കാതെ അശ്രദ്ധമായിട്ട് മുറിവുകൾ വെച്ച് കെട്ടുന്നു. പുറം പൂച്ച് ശരിയാക്കുന്നു. എല്ലാം ശരിയാക്കിയിട്ട് പറയുന്നു സമാധാനം, പീസ്, എല്ലാം ഓക്കെ ആയി എന്ന് പറയുന്നു. കർത്താവ് ഇതിനെതിരെ കലഹിക്കുകയാണ്. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 10-ാം വാക്യം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ വായിച്ചെടുക്കണം കുറച്ചുകൂടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ചുകൂടെ അതിനെ വായിച്ചും വ്യാഖ്യാനിച്ചും നിങ്ങൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എസക്കിയേൽ 13:10. അവിടെ ഇങ്ങനെയാണ്: സമാധാനം ഇല്ലാതിരിക്കെ സമാധാനം എന്ന് ഉദ്ഘോഷിച്ച് അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിച്ചു. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് ഉദ്ഘോഷിച്ച് അവർ എൻ്റെ ജനത്തെ വഴിതെറ്റിച്ചു. എൻ്റെ ജനം കോട്ട പണിതപ്പോൾ അവർ അതിന്മേൽ വെള്ളപൂശി. ഇതാണ് നേരത്തെ പറഞ്ഞത്. പുറമേ എല്ലാം നല്ലതാണെന്ന് കാണിക്കുന്ന ഒരു സമാധാനത്തിന്റെ ക്രമമുണ്ട്. ഇതൊരു ഫ്ലൂക്കാണ്, ഇതൊരു തട്ടിപ്പാണ്. എന്താണ് രോഗം? പാപമാണ് ഇവിടുത്തെ രോഗം. അതിനെ ചികിത്സിക്കാതെ പുറമേ എല്ലാം ഓക്കെയാണ് കേട്ടോ, സമാധാനം എന്ന് പറയുന്ന രീതി. ഇവിടെയാണ് കർത്താവ് തമ്പുരാന്റെ സമാധാനം വ്യത്യസ്തമാകുന്നത്. എന്താണ് കർത്താവ് തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത? ഇറ്റ്സ് പെർമനന്റ് പീസ്. സ്ഥിരമായ സമാധാനമാണത്. നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ലോകത്തിന്റെ സമാധാനത്തിന്റെ പ്രത്യേകത എന്താണ്? അപ്പം കിട്ടിയാൽ സമാധാനം, അപ്പം കിട്ടിയില്ലെങ്കിൽ അടി. ഇതങ്ങനെയല്ല, ഇത് പെർമനന്റ് ആണ്. ഇത് മാറ്റമില്ലാത്ത സമാധാനമാണ് കർത്താവ് തമ്പുരാൻ തരുന്നത്. അതെവിടെയുണ്ട്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 10-ാം വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം
54:10 അവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവ് തമ്പുരാൻ തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത. 54:10 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റമില്ല. എന്ന് വെച്ചാൽ മലകൾ മാറിയാലും കുന്നുകൾ നീങ്ങിപ്പോയാലും, അതായത് ചുറ്റുമുള്ള സാഹചര്യങ്ങളൊക്കെ മാറിയാലും സമാധാന ഉടമ്പടിക്ക് മാറ്റമില്ല. അതാണ് ശരിക്കുമുള്ള സമാധാനം. അതാണ് ശരിക്കുമുള്ള സമാധാനം. അത് നമ്മൾ വീണ്ടും കാണുന്നുണ്ട് യോഹന്നാൻ 16:33. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്: നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ഞെരുക്കങ്ങളുടെ ഇടയിലും കണ്ടെത്തുന്ന സമാധാനം. മറ്റേതോ ഞെരുക്കങ്ങളുള്ളപ്പോൾ സമാധാനം ഇല്ല, ഞെരുക്കമില്ലെങ്കിൽ സമാധാനമുണ്ട്. കർത്താവ് തരുന്ന സമാധാനം ഞെരുക്കങ്ങളുടെ ഇടയിലും നീ സമാധാനത്തോടെ ഇരിക്കും. അതാണ് കർത്താവ് തരുന്ന സമാധാനത്തിന്റെ പ്രത്യേകത. ഇതെങ്ങനെയാണ് അങ്ങനൊരു സമാധാനം തരാൻ പറ്റുന്നത്? മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞ സമാധാനത്തിന് അത് പറ്റുന്നില്ലല്ലോ. ലോകത്തിന്റെ സമാധാനത്തിന് അത് പറ്റുന്നില്ലല്ലോ. കർത്താവ് തരുന്ന സമാധാനം പീഡനങ്ങൾക്ക് നടുവിലും അസ്വസ്ഥതകളുടെ നടുവിലും സമാധാനം. അതെങ്ങനെയാന്ന് വെച്ചാൽ കർത്താവ് അഡ്രസ് ചെയ്യുന്നത് റൂട്ട് കോസിനെയാണ്. നിന്നിലെ പാപത്തെ സുഖപ്പെടുത്തിയാണ്, അവിടെ ഹീലിംഗ് തന്നാണ് ഈ സമാധാനം കർത്താവ് സാധ്യമാക്കിയത്. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 നമ്മൾ കാണുന്നുണ്ട്. അവിടെ മെസയാനിക് പ്രോഫസി വരുന്നുണ്ട്. സഹനദാസനെ കുറിച്ചുള്ള സൂചനകൾ വരുന്ന ഭാഗത്ത് അവിടെ ഈ കർത്താവിന്റെ സമാധാനത്തിന്റെ കാരണം എന്തുകൊണ്ടാണ് കർത്താവ് തരുന്ന സമാധാനത്തിന് പെർമനൻസി ഉള്ളത്? അതിന്റെ കാരണം അവൻ പാപത്തെ സുഖപ്പെടുത്തിയിട്ടാണ്, പാപത്തെ എടുത്തു മാറ്റിയിട്ടാണ് നമുക്ക് സമാധാനം തന്നത് എന്നതാണ് അതിന്റെ കാരണം. യെശയ്യാ 53:5: നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. വൂണ്ടഡ് ഹീലറാണ്, മുറിവേറ്റ സൗഖ്യദായകൻ. എൻ്റെ പാപാവസ്ഥകളെ സുഖപ്പെടുത്തി എനിക്ക് തരുന്ന സമാധാനമാണത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യം. യോഹന്നാൻ 14:27 അവിടെ നമ്മൾ വായിക്കുന്നത്: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്ര നേരം പറയുമ്പോൾ കുറച്ചു പേരുടെ പുരികം ചുളിയും. ഇതിങ്ങനെ ലോകത്തിന്റെ സമാധാനം ഒന്ന്, ഈശോയുടെ സമാധാനം വേറൊന്ന് എന്നൊക്കെ പറഞ്ഞാൽ ശരിയാകുമോ? ഞാൻ പറഞ്ഞാൽ ഇത് കർത്താവ് തമ്പുരാൻ പറഞ്ഞതാണ്. യോഹന്നാന്റെ സുവിശേഷം 14:27 ശ്രദ്ധിച്ചു കേട്ടെ: ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. എന്നിട്ട് പറയുകയാണ്, ലോകം നൽകുന്നത് പോലെ അല്ല ഞാൻ നൽകുന്നത്. ലോകം നൽകുന്നത് പോലെയുള്ള സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. എന്ന് വെച്ചാൽ അസ്വസ്ഥമായാലും ഭയപ്പെട്ടാലും എടവേ ഈ സമാധാനം പോകില്ല. മറ്റേ സമാധാനം ഭയത്തിൽ പോകുന്ന സമാധാനമാണ്, അസ്വസ്ഥതകളിൽ പോകുന്ന സമാധാനമാണ്. ഇത് ഞാൻ തരുന്ന സമാധാനമാണ്. ഇത് അസ്വസ്ഥതകളിലും നിന്റെ ഭയപ്പാടുകളിലും ഈ സമാധാനം നിന്നോട് കൂടെ ഉണ്ടാകും. കർത്താവേ, ഇന്ന് ലോകത്ത് സമാധാനം കെട്ടുപോകുന്നൊരു കാലത്ത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ എങ്ങനെയുള്ള സമാധാനമാണ്? കോംപ്രമൈസിങ് പീസ്. നേരിനെ പോലും കോംപ്രമൈസ് ചെയ്ത് സത്യത്തിന് നേരെ മുഖം തിരിച്ചിട്ട് നയതന്ത്രജ്ഞതയുടെ വിട്ടുവീഴ്ചകളുടെ മേൽ പണിതുയർത്താൻ ശ്രമിക്കുന്ന സമാധാനമെന്ന മിഥ്യാലോകത്തെ അതല്ല നമ്മൾ കാണേണ്ടത്. മറിച്ച് ഈശോ തരുന്ന യഥാർത്ഥമായ സമാധാനത്തിലേക്ക് നമ്മൾ എത്തണം. അവനാണ് സമാധാനം, അവൻ തന്നെയാണ് സമാധാനത്തിന്റെ ഉറവിടവും. അതുകൊണ്ട് നമ്മുടെ സീറോ മലബാർ കുർബാന ക്രമത്തിൽ പുരോഹിതൻ സമാധാനം ആശംസിക്കുമ്പോൾ മദ്ബഹയിലേക്ക് നോക്കി അനാഫ്ര ഭാഗം കാർമികൻ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് അവിടെ നിന്നുകൊണ്ട് സമാധാനം കൊടുക്കുമ്പോൾ വലത് കൈ കൊണ്ട് ദൈവജനത്തെ ആശീർവദിക്കുമ്പോൾ ഇടത് കൈ എവിടെ ആയിരിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശമുണ്ട് കർമ്മവിധിയിൽ. എവിടെയായിരിക്കണം എന്നറിയാമോ? ഇടതുകരം
ബലിപീഠത്തിൽ വെച്ചുകൊണ്ട്, ഇടത് കൈ ബലിപീഠത്തിൽ വെച്ചുകൊണ്ട് വേണം തിരിഞ്ഞ് വലത് കൈ കൊണ്ട് പുരോഹിതൻ ദൈവജനത്തോട് പറയാൻ, സമാധാനം നിങ്ങളോടുകൂടെ. എന്താ അതിൻ്റെ അർത്ഥം? ഈ സമാധാനം ദൈവജനമേ എൻ്റെ സമാധാനമല്ല, ഇത് ബലിപീഠത്തിൽ നിന്ന്, ഇടത് കൈ ബലിപീഠത്തിൽ വെച്ച് പുരോഹിതൻ പറയുകയാണ്, ഇത് ബലിപീഠത്തിൽ നിന്ന് പുറപ്പെടുന്ന സമാധാനമാണ്. ഈ സമാധാനം കർത്താവാണ്. ഈ സമാധാനം നമ്മളിലേക്ക് എത്തട്ടെ. ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ, ഉയർച്ചകളിൽ, താഴ്ചകളിൽ, എൻ്റെ സഹനങ്ങളിൽ, എൻ്റെ തകർച്ചകളിൽ, കർത്താവേ, എനിക്ക് വേണ്ടതൊന്നു മാത്രമാണ്, നിന്റെ സമാധാനം. അതായത് നീ തന്നെ കർത്താവേ, നീ തന്നെ, നിന്റെ സാന്നിധ്യമാണ് എൻ്റെ കർത്താവേ എൻ്റെ ആശ്വാസം. അത് പറഞ്ഞ് നമുക്കിന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, നിന്റെ സാന്നിധ്യമാണ് എൻ്റെ സമാധാനം, നിന്റെ പ്രസൻസ് ആണ് എൻ്റെ സമാധാനം, നിന്റെ സാന്നിധ്യമാണ് എൻ്റെ ആശ്വാസം. ദൈവജനം എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യത്തെ നോക്കി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ, എനിക്കും നിന്റെ സാന്നിധ്യം വേണം, അതായത് നിന്റെ സമാധാനം എനിക്ക് വേണം. ഈ പ്രാർത്ഥനയെ തുടർന്ന് നമുക്ക് ജപമാല ചൊല്ലി ലോക സമാധാനത്തിനായി, സമാധാന രാജാവേ, ലോകത്തിൽ സമാധാനം നീ തന്നെ സ്ഥാപിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥ നന്ദി. എല്ലാ തോൽവികൾക്കും നാഥ നന്ദി. നിന്റെ മുഖം കാൺമാനതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥ നന്ദി. നിന്റെ സാന്നിധ്യമറിയാൻ ഇടയായി. താഴ്വരയിൽ മുള്ളുകളിൽ പനിനീർപ്പൂ പോ, ശോധനയിൻ ചൂളയതിൽ പൊന്നുപോലെ, ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി നാഥ, നിൻ സാന്നിധ്യം മതി. ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാന്നിധ്യം മതി ഞങ്ങൾക്ക്, നിൻ സാന്നിധ്യം മതി നാഥ, നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി നാഥ, നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി നാഥ, നിൻ സാന്നിധ്യം മതി.
അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവെ, നന്ദിഹീനരും പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അറുതിയില്ലാത്ത പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യിപ്പാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയന്മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ സ്തുതിക്കായി 53 മണി ജപം ചെയ്യാൻ ആശിക്കുന്നു. ഈ ജപം ഭക്തിയോടുകൂടെ ചെയ്ത് പല വിചാരം കൂടാതെ അകപ്പാൻ കർത്താവെ അങ്ങ് സഹായം ചെയ്യണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മാതാവേ, ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി ഫലം ചെയ്യുവാനായിട്ട് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മാതാവേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വളരുവാനായിട്ട് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ സ്നേഹഭാജനമായിരിക്കുന്ന പരിശുദ്ധ മാതാവേ, ഞങ്ങളിൽ ദൈവഭക്തി എന്ന പുണ്യമുണ്ടായി വർത്തിപ്പാനായിട്ട് അങ്ങേ തിരുക്കുമാരോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സന്തോഷാത്മകമായ ദിവ്യരഹസ്യങ്ങൾ. 1-ാം ദിവ്യരഹസ്യം. പരിശുദ്ധ കന്യാസ്ത്രീ മറിയമേ, ദൈവോജനം അങ്ങേ തിരുവുദരത്തിൽ മനുഷ്യാവതാരം ചെയ്യുമെന്ന് ഗബ്രിയേൽ ദേവദൂതൻ ദൈവകൽപ്പനയാൽ അങ്ങേ അറിയിച്ചതിനാൽ അങ്ങേക്കുണ്ടായ സന്തോഷത്തെയോർത്ത് ധ്യാനിക്കുന്ന അങ്ങേ മക്കളായ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലും എപ്പോഴും തന്നെ സംഗ്രഹിച്ചുകൊണ്ടിരിപ്പാൻ കൃപ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ,
പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദേവരഹസ്യം. പരിശുദ്ധ മാതാവേ, അങ്ങ് ഇളയമയായ എലീശ പുണ്യവതിയെ അങ്ങ് ചെന്ന് കണ്ടപ്പോൾ ആ പുണ്യവതിക്ക് സർവേശ്വരൻ ചെയ്ത കരുണയെ കണ്ട് അങ്ങേക്കുണ്ടായ അത്യധികമായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങൾ ലൗകിക സന്തോഷങ്ങൾ പരിത്യജിച്ച് പരലോക സന്തോഷങ്ങളെ ആഗ്രഹിച്ച് തേടുവാൻ കൃപ ചെയ്യണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദേവരഹസ്യം. പരിശുദ്ധ ദേവമാതാവേ, അങ്ങേ കന്യത്വത്തിന് അന്തരം വരാതെ അങ്ങേ ദേവകുമാരനെ പ്രസവിച്ചതിനാൽ അങ്ങേക്കുണ്ടായ സന്തോഷത്തിന്മേൽ ധ്യാനിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിലും താൻ ജ്ഞാനവിധമായി പിറപ്പാൻ കൃപ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം ദേവരഹസ്യം. പരിശുദ്ധ ദേവമാതാവേ, അങ്ങേ ദിവ്യകുമാരനെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ മഹാത്മകൾ തന്നെ സ്തുതിക്കുന്നത് കണ്ട് അങ്ങേക്കുണ്ടായ സന്തോഷത്തിന്മേൽ ധ്യാനിക്കുന്ന ഞങ്ങൾ അങ്ങേക്ക് യോഗ്യമായ ദേവാലയമായിരിക്കാൻ കൃപ ചെയ്യണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ
അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുകയും ആനയിക്കണമേ. ചെയ്യണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദേവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവേ, അങ്ങേ തിരുക്കുമാരൻ 12 വയസ്സിൽ കാണാതെ പോയപ്പോൾ 3-ാം ദിവസം ദേവാലയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുകയിൽ അങ്ങ് തന്നെ കണ്ടെത്തിയതിനാൽ അങ്ങേക്കുണ്ടായ സന്തോഷത്തിന്മേൽ ധ്യാനിക്കുന്ന ഞങ്ങൾ തന്നെ ഒരിക്കലും പാപത്താൽ വിട്ടുപിരിയാതിരിപ്പാനും വിട്ടുപിരിഞ്ഞു പോയാൽ മനസ്താപത്താൽ കണ്ടെത്തുവാനും കൃപ ചെയ്യണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം.
മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖാലെ, ദേവദൂതന്മാരായിരിക്കുന്ന വിശുദ്ധ ഗബ്രിയാലെ, വിശുദ്ധ റഫായേലെ, സ്ലീഹന്മാരായിരിക്കുന്ന വിശുദ്ധ പത്രോസെ, വിശുദ്ധ പൗലോസെ, വിശുദ്ധ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ലിഹായെ, ഞങ്ങൾ ഏറ്റവും പാപികളായിരിക്കുന്നു. എങ്കിലും ഞങ്ങൾ ജപിച്ച ഈ 53 മണി ജപത്തെ നിങ്ങളുടെ സ്തുതികളോടുകൂടി ഒന്നായിട്ട് ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ ഏറ്റവും വലിയ ഭാരമായി കാഴ്ചവെപ്പാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവായ ദൈവമേ, ഞങ്ങളെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധീത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവകുമാരന്റെ പുണ്യജനനി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മിശിഹായുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദൈവപ്രസാദപരത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, എത്രയും നിർമ്മലയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കളങ്കഹീനയായ കന്യകയായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യാത്വത്തിന് അന്തരം വരാത്ത മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്നേഹഗുണങ്ങളുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സതുപദേശത്തിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സൃഷ്ടാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വേഗൈശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രകാശപൂർണമായ സ്തുതിക്ക് യോഗ്യയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്തുതിപ്രാപ്തിക്ക് ഐശ്വര്യമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വല്ലഭമുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വിശ്വാസവതിയായിരിക്കുന്ന കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബോധജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഞങ്ങളുടെ തെളിവിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആത്മജ്ഞാനപൂരിത പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദേവിരസം നിറഞ്ഞിരിക്കുന്ന പനിനീർ കുസ്മമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വാഗ്ദാനത്തിന്റെ പെട്ടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ആകാശമോക്ഷത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഉഷകാലത്തിന്റെ നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, രോഗികളുടെ സ്വസ്ഥാനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വ്യാകുലന്മാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ബാബാന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ദീർഘദശയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വേദസാക്ഷിയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വന്ദിനിയന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കന്യകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സകല പുണ്യവന്മാരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, അമലോൽപയായിരിക്കുന്ന രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, കർമ്മല സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദൈവചമ്മരി ആടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചമ്മരി ആടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഭൂലോക പാപങ്ങൾ നീക്കുന്ന ദൈവചമ്മരി ആടായിരിക്കുന്ന ഈശോ തമ്പുരാനെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സർവേശ്വരന്റെ പുണ്യസമ്പൂർണയായ മാതാവേ, ഇതാ അങ്ങേപ്പക്കൽ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ അങ്ങ് നിരസിക്കല്ലേ. ഭാഗ്യവതിയും ആശ്രദിക്കപ്പെട്ടതായ അമ്മ കന്യയെ സകല ആപത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനത്തിൽ ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സങ്കേതത്തിൽ ഓടിവന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥ അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്നങ്ങ് ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകെ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിങ്കൽ ഞാൻ വരുന്നു. നെടുവൂർപ്പെട്ട്
കണ്ണൂർ ചിന്തി പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടണമേ. ആമേൻ. ലോക സമാധാനത്തിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ച ഈ ദിവസം ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കലഹത്തിലും വിദ്വേഷത്തിലുമായിരിക്കുന്ന എല്ലാ ദേശങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിൻ്റെ സങ്കടങ്ങളെ പേറുന്ന നിഷ്കളങ്കരായ മനുഷ്യരുടെ വ്യഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, സമാധാനം നീ പുനർസ്ഥാപിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ കേണപേക്ഷിച്ച് കർത്താവ് തമ്പുരാൻ്റെ ആശീർവാദം ലോകത്തിൻ്റെ മുറിവുണക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ നമുക്കൊരുങ്ങാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമോരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമുടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദിവ്യകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ.